നമസ്കാരം. എല്ലാവരെയും +2 തുല്യത ഹിസ്റ്ററിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2024 ജൂലൈ മാസത്തിൽ നടക്കാനിരിക്കുന്ന +2 തുല്യത ഹിസ്റ്ററി പരീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യോത്തരത്തിലേക്കാണ് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. 10ാമത്തെ ചാപ്റ്ററാണ്. ചോദ്യം 1857 വിപ്ലവമാണ്. ഒരു എസ് എ ക്വസ്റ്റ്യനായി പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഷോർട്ട് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടെങ്കിലും തീർച്ചയായിട്ടും വരാവുന്ന ഒരു ടോപ്പിക്കാണ് 1857 വിപ്ലവം. 1857 1857 വിപ്ലവം. അതിൻ്റെ ആ വിപ്ലവത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ പരാജയ കാരണങ്ങളെക്കുറിച്ച് ചോദിക്കാം. എന്തായാലും 1857 വിപ്ലവത്തിൻ്റെ ഒരു ചോദ്യം നമുക്ക് എന്തായാലും നമ്മുടെ ചോദ്യപേപ്പറിലുണ്ടാവും. അത് നമ്മൾ കൂടുതലായി പ്രതീക്ഷിക്കുന്ന 8 മാർക്കിൻ്റെ എസ് എ ആയിട്ടാണ്. നോക്കാം. 1857 കലാപത്തിൻ്റെ തുടക്കം മംഗൾ പാണ്ഡെ സംഭവമാണ്. 1857 കലാപത്തിൻ്റെ തുടക്കം കുറിച്ചത്, ഈ കലാപത്തിൻ്റെ കാരണം മംഗൾ പാണ്ഡെ സംഭവമാണ്. മംഗൾ പാണ്ഡെ സംഭവമാണ് 1857 കലാപത്തിൽ തുടക്കം കുറിച്ച സംഭവം. ബ്രിട്ടീഷ് സൈന്യത്തിൽപ്പെട്ട ഇന്ത്യക്കാർ ശിപ്പായിമാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ബ്രിട്ടീഷുകാരുടെ സൈന്യത്തിൽ കുറച്ച് ഇന്ത്യക്കാരുണ്ടായിരുന്നു. ആ ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാർ കളിയാക്കി ശിപ്പായിമാർ എന്നാണ് വിളിച്ചിരുന്നത്. ബ്രിട്ടീഷുകാരുടെ ശിപ്പായിമാരോടുള്ള പെരുമാറ്റത്തിലും ഈ വിവേചനത്തിലും പ്രതിഷേധിച്ചുകൊണ്ട് മംഗൾ പാണ്ഡെ എന്ന സൈനികന് തൻ്റെ മേലുദ്യോഗസ്ഥനായ ബ്രിട്ടീഷുകാരനെ വെടിവെച്ച് പരിക്കേൽപ്പിച്ചു. അതായത് ബ്രിട്ടീഷ് സൈന്യത്തിൽ കുറച്ച് ഇന്ത്യക്കാരായ പട്ടാളക്കാരുണ്ടായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരായതുകൊണ്ട് ഇന്ത്യക്കാരായ പട്ടാളക്കാരെ ചൂഷണം ചെയ്യുന്നു. നമ്മൾ ഒരു പന്തിയിൽ 2 തരം സദ്യ എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ ചിറ്റമ്മ എന്നൊക്കെ പറയില്ല, അതേപോലെ ആയിരുന്നു ഇന്ത്യക്കാരോട് പെരുമാറിയിരുന്നത് ബ്രിട്ടീഷ് പട്ടാളത്തിലുള്ള ഇന്ത്യക്കാരോട് ഒരു മോശം പെരുമാറ്റം, ശിപ്പായിമാരോടുള്ള പെരുമാറ്റത്തിലാണ് അവർ കാഴ്ചവെച്ചത്. അപ്പോൾ ഇതിനെതിരെ ഈ തരംതിരിവിനെതിരെ മംഗൾ പാണ്ഡെ എന്ന സൈനികൻ തൻ്റെ മേലുദ്യോഗസ്ഥനായ ബ്രിട്ടീഷുകാരനെ വെടിവെച്ച് പരിക്കേൽപ്പിച്ചു. ബ്രിട്ടീഷ് അധികാരികൾ അദ്ദേഹത്തെ, ഈ മംഗൾ പാണ്ഡെയെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. ഇതാണ് മംഗൾ പാണ്ഡെ സംഭവം എന്ന് പറയുന്നത്. ഈ മംഗൾ പാണ്ഡെ സംഭവമാണ് ഈ 1857 വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം, തുടക്കം. ഈ മംഗൾ പാണ്ഡെ സംഭവം കഴിഞ്ഞ് കൃത്യം 1 മാസം കഴിയുമ്പോഴേക്ക് മീററ്റിലെ സൈനിക വിഭാഗത്തിൽ, പട്ടാള ക്യാമ്പിൽ പ്രശ്നങ്ങൾ നമുക്ക് വേണ്ടിയില്ല, അദ്ദേഹം മരണപ്പെട്ടെന്ന് എന്നുള്ള രീതിയിൽ ഈ പട്ടാള ക്യാമ്പുകളിൽ, ഏത് പട്ടാള ക്യാമ്പാണ്? മീററ്റിലെ പട്ടാള ക്യാമ്പിൽ അസ്വസ്ഥതകൾ തലപൊക്കി. മംഗൾ പാണ്ഡെ സംഭവം കഴിഞ്ഞ് കൃത്യം 1 മാസം കഴിയുമ്പോഴേക്ക് മീററ്റിലെ പട്ടാള ക്യാമ്പിൽ അസ്വസ്ഥതകൾ തലപൊക്കി. തുടർന്ന് ഇന്ത്യക്കാരെന്ത് ചെയ്ത് കലാപത്തിനിറങ്ങുകയാണ്. ബ്രിട്ടീഷ് അധികാരികൾക്കെതിരെ എന്ത് ചെയ്യാണ്? കലാപത്തിനിറങ്ങുകയാണ്. ഇവരാദ്യം ചെയ്തത് ബ്രിട്ടീഷുകാരുടെ ആയുധ സംഭരണശാല കൈവശപ്പെടുത്തി ആയുധങ്ങളും എടുത്തായിരുന്നു കലാപം ആരംഭിച്ചത്. ഇവരെ ടാർഗറ്റ് ബ്രിട്ടീഷ് അധികാരികൾ മാത്രമല്ല, ഈ ബ്രിട്ടീഷുകാർ അവരെ പിന്തുണച്ചിരുന്ന സാവുകാർ. ഈ സാവുകാർ പറഞ്ഞാൽ പണം പലിശയ്ക്ക് കടം കൊടുക്കുന്നവർ വിളിക്കുന്ന പേരാണ് സാവുകാർ. അപ്പോൾ ബ്രിട്ടീഷുകാരെ, സാവുകാരെ, ക്രൂരമായ ജമീന്ദാർമാരെ എന്നീ 3 വിഭാഗം ആളുകളെയും ഈ കലാപകാരികൾ, ഇന്ത്യൻ കലാപകാരികൾ എന്ത് ചെയ്തു? ആക്രമിച്ചു. ഈ 4 പേരെയും ഇവരെന്ത് ചെയ്തു? ടാർഗറ്റ് ചെയ്തിരുന്നു ആക്രമിക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് ബ്രിട്ടീഷുകാർക്ക് പണം പലിശക്ക് കടം കൊടുക്കുന്ന സാവുകാരെ, പിന്നെ ക്രൂരരായ ജമീന്ദാർമാരെ തുടങ്ങിയവരെ അവരെന്ത് ചെയ്തു? ആക്രമിച്ചു. മീററ്റിലാണ് നമ്മൾ പറഞ്ഞല്ലോ കലാപം സ്റ്റാർട്ട് ചെയ്തത്. ഈ മീററ്റിൽ നിന്നും കലാപകാരികൾ നേരെ ഡൽഹിയിലേക്കാണ് എത്തിയത്. ഡൽഹിയിൽ അന്ന് മുഗൾ ഭരണം കേന്ദ്രമായിരുന്നു ഡൽഹിയിൽ. അപ്പോൾ ഡൽഹിയിൽ അന്ന് മുഗൾ ഭരണം നിയന്ത്രിച്ചിരുന്നത് നമ്മുടെ വൃദ്ധനായ ബഹാദൂർ ഷാ രണ്ടാമനായിരുന്നു. അപ്പോൾ കലാപകാരികൾ എന്ത് ചെയ്തു? ഡൽഹിയിലെത്തിയിട്ട് തങ്ങളുടെ കലാപത്തിന് നേതൃത്വം നൽകാൻ വേണ്ടിയിട്ട് ഈ ബഹാദൂർ ഷാ രണ്ടാമനോട് ആവശ്യപ്പെട്ടു. കലാപകാരികൾ ബഹാദൂർ ഷാ രണ്ടാമനോട് ഇന്ത്യയുടെ ചക്രവർത്തിയാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ കലാപത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടു. എന്നാൽ ആദ്യം അദ്ദേഹം എന്ത് ചെയ്തു? അത് വിസമ്മതിച്ചെങ്കിലും ഈ കലാപകാരികളുടെ സമ്മർദ്ദം ശക്തമായതിനാൽ അവസാനം ബഹാദൂർ ഷാ എന്ത് ചെയ്യുന്നു? ഈ കലാപത്തിന് നേതൃത്വം ഏറ്റെടുക്കുക ചെയ്തത്. അങ്ങനെയാണ് ഈ കലാപകാരികൾ ബഹാദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തി ആയി പ്രഖ്യാപിക്കുന്നത്.
അങ്ങനെ ഈ കലാപത്തിനൊരു ഒരു എന്ത് ചെയ്തു, ഒരു ലീഡർ, ഒരു നേതാവ് വരികയാണ്. ആ നേതാവിൻ്റെ പേരാണ് ബഹദൂർ ഷാ രണ്ടാമൻ. ഡൽഹിയിൽ ഈ കലാപം ക്രമേണ ഉത്തരേന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. ഉത്തരേന്ത്യ മുഴുവനായിട്ട് എന്ത് ചെയ്തു, കലാപം വ്യാപിച്ചു. ഈ ബഹദൂർ ഷായുടെ കൂടെ ബ്രിട്ടീഷ് സൈന്യത്തിലെ സുബേദാറായിരുന്ന ഭക്ത് ഖാനും ചേർന്നതോടെ എന്ത് ചെയ്തു, ഈ കലാപത്തിൻ്റെ ആവേശം വാനോളം ഉയർന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ബഹദൂർ ഷാ രണ്ടാമൻ നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ കൂടെ ആരും കൂടെ ചേർന്നു എന്ന് പറഞ്ഞത് ബ്രിട്ടീഷ് സൈന്യത്തിലെ സുബേദാർ ആയിരുന്ന ഭക്ത് ഖാൻ. അപ്പോൾ നമ്മൾ 1850 കലാപത്തിൻ്റെ നേതാക്കളെ കുറിച്ചിട്ട് പേര് എഴുതാൻ വേണ്ടി പറഞ്ഞാൽ നമുക്ക് എഴുതാം, ബഹദൂർ ഷാ രണ്ടാമൻ്റെ പേര് എഴുതാം, അതുപോലെ ഭക്ത് ഖാൻ എഴുതാം. ഇവരാണ് ഈ 1857 വിപ്ലവത്തിന് കലാപത്തിന് നേതൃത്വം കൊടുത്ത നേതാക്കന്മാരുടെ പേര്. അതൊക്കെ ബഹദൂർ ഷാ രണ്ടാമനും ഭക്ത് ഖാനും. ഇതാണ് നമ്മൾ ഈ എസ്സേ എഴുതുമ്പോൾ നമ്മൾ ഇതിൽ ആദ്യത്തെ 2 പാരഗ്രാഫിലേക്കുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞു കഴിയുന്നത്. ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ എന്ത് എഴുതണം, ആ മംഗൾ പാണ്ഡെ സംഭവം എഴുതണം. എന്താ മംഗൾ പാണ്ഡെ സംഭവം നമ്മൾ പറഞ്ഞാണ്. എന്താ മംഗൾ പാണ്ഡെ സംഭവം? 1887 ഈ മംഗൾ പാണ്ഡെ സംഭവം നടക്കുന്നത്. മംഗൾ പാണ്ഡെ സംഭവമാണ് ഈ കലാപത്തിന് തുടക്കം കുറിച്ചത്. എന്താ മംഗൾ പാണ്ഡെ സംഭവം? ബ്രിട്ടീഷ് സൈന്യത്തിൽ ഇന്ത്യക്കാരായ കുറച്ച് പട്ടാളക്കാരുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യക്കാരായതുകൊണ്ട് തന്നെ ഈ പട്ടാളക്കാരോട് ശിപ്പായിമാർ എന്നാണ് വിളിച്ചിരുന്നത്. ഇന്ത്യക്കാരെ കളിയാക്കിയിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ കളിയാക്കി ശിപ്പായിമാർ എന്നാണ് വിളിച്ചിരുന്നത്. ബ്രിട്ടീഷുകാരുടെ ഈ ശിപ്പായിമാരോടുള്ള പെരുമാറ്റത്തിലും വിവേചനത്തിലും തരംതിരിവിലൊക്കെ പ്രതിഷേധിച്ചുകൊണ്ട് മംഗൾ പാണ്ഡെ എന്ന സൈനിക ഉദ്യോഗസ്ഥൻ തന്നെ മേലുദ്യോഗസ്ഥനായ ബ്രിട്ടീഷുകാരനെ വെടിവെച്ച് പരിക്കേൽപ്പിച്ചു. വാക്ക് തർക്കം ഉണ്ടായത് അങ്ങോട്ടും ഇങ്ങോട്ടും. അതൊരു വെടിവെപ്പിൽ അവസാനിക്കുകയാണ്. അങ്ങനെ വെടിവെച്ച് പരിക്കേൽപ്പിച്ചു മേലുദ്യോഗസ്ഥനെ. തുടർന്ന് ബ്രിട്ടീഷ് അധികാരികൾ നമ്മുടെ മംഗൾ പാണ്ഡെ അറസ്റ്റ് ചെയ്യുകയും വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. ഇതാണ് എന്ത് മംഗൾ പാണ്ഡെ സംഭവം എന്ന് പറഞ്ഞു. പിന്നെ ഈ സംഭവം കഴിഞ്ഞ് കൃത്യം 1 മാസം കഴിയുമ്പോഴേക്കും മീററ്റിലെ സൈനിക ക്യാമ്പിൽ അസ്വസ്ഥത തലപൊക്കി. തുടർന്നാണ് എന്ത് ചെയ്ത് കലാപം ആരംഭിക്കുന്നത്. കലാപത്തിൻ്റെ ആദ്യപടി എന്ത് ചെയ്യുന്നു, അവർ ബ്രിട്ടീഷുകാരുടെ ആയുധ സംഭരണശാല കൈവശപ്പെടുത്തി. പിന്നെ കലാപത്തിന് മൂന്ന് പേരാണ് ലക്ഷ്യം വെച്ചത്. ഇന്ത്യൻ കലാപകാരികൾ 3 പേരാണ് ലക്ഷ്യം വെച്ചത്. ആരൊക്കെയായിരുന്നു? 1 ബ്രിട്ടീഷ് അധികാരികളെ, 2 ബ്രിട്ടീഷുകാർക്ക് പണം പലിശക്ക് കടം കൊടുത്ത് സഹായിക്കുന്ന സാവുകർ പറഞ്ഞ വിഭാഗത്തിന്, മൂന്നാമത്തത് ക്രൂരരായ ജമീന്ദാർമാർ എന്നീ 3 വിഭാഗത്തിനെ ഉന്നം വെച്ചുകൊണ്ടായിരുന്നു ഈ 1850 കലാപം ആരംഭിച്ചത്. കലാപം എവിടെ ആരംഭിച്ചത്? മീററ്റിലാണ്. 1850 വിപ്ലവം ആരംഭിച്ച എവിടെയാണ്? മീററ്റിലാണ്. ക്രമേണ മീററ്റിൽ നിന്ന് കലാപം എവിടേക്ക് പോയത്? ചെങ്കോട്ടയിലേക്ക് പോയി. ചെങ്കോട്ടയിൽ പോയിട്ട് ആരെ കണ്ടു? നമ്മുടെ അന്ന് ചെങ്കോട്ടയിൽ മുഗൾ ഭരണം ആരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? ചെങ്കോട്ടയിൽ അവിടെ നമ്മുടെ ബഹദൂർ ഷാ രണ്ടാമനാണ്. അപ്പോൾ കലാപകാരികൾ ഈ കലാപത്തിന് നേതൃത്വം നൽകാൻ വേണ്ടിയിട്ട് ബഹദൂർ ഷാ രണ്ടാമനോട് ആവശ്യപ്പെടുകയും, എന്നാൽ അദ്ദേഹം ആദ്യം വിസമ്മതിച്ചെങ്കിലും പിന്നീട് സമ്മർദ്ദം കാരണം എന്ത് ചെയ്യണം, അദ്ദേഹം അതിന് നേതൃത്വം ഏറ്റെടുക്കുകയാണ്. അദ്ദേഹം നേതൃത്വം ഏറ്റെടുത്തപ്പോൾ ഡൽഹിയിൽ ബ്രിട്ടീഷ് സൈന്യത്തിലെ സുബേദാറായിരുന്ന ഭക്ത് ഖാനും കൂടി അദ്ദേഹത്തിന് കൂടെ ചേർന്നു. അങ്ങനെ 1850 കലാപം വാനോളം ഉയർന്നു. കലാപത്തിൻ്റെ ആവേശം വാനോളം ഉയർന്നു എന്ന് പറയുന്നുണ്ട്. ഈ കലാപത്തിന് ആരൊക്കെ പങ്കാളികളായെന്ന് പറഞ്ഞാൽ ഭൂമിയും തൊഴിലും സമ്പത്തൊക്കെ നഷ്ടപ്പെട്ട കർഷകർ, അതുപോലെ കൈവേലക്കാർ, സാധാരണക്കാരെല്ലാം എന്ത് ചെയ്യുന്നത് ഈ കലാപത്തിൻ്റെ പങ്കാളികളായി. ബ്രിട്ടീഷുകാരുടെ വിവിധ നയങ്ങൾ മൂലം ഭൂമിയും തൊഴിലും സമ്പത്തും നഷ്ടപ്പെട്ട കർഷകരും കൈവേലക്കാരും സാധാരണക്കാരുമെല്ലാം ഈ കലാപത്തിന് എന്ത് ചെയ്തു? കലാപത്തിന് നേതൃത്വം കൊടുത്തു എന്നാണ് പറയുന്നത്. കലാപത്തിൽ പങ്കാളികളായി. ഇനി നമ്മൾ കലാപത്തിൻ്റെ സവിശേഷതയിലേക്കാണ് പോകുന്നത്. കലാപത്തിൻ്റെ സവിശേഷതകൾ. 1857 കലാപത്തിൻ്റെ രീതി വ്യത്യസ്തമായിരുന്നു. ഒരു സ്ഥലത്ത് കലാപം ആരംഭിച്ചിട്ട് ആ വാർത്ത അറിഞ്ഞാൽ മാത്രമേ മറ്റൊരു സ്ഥലത്ത് കലാപം പൊട്ടിപ്പുറപ്പെട്ടിരുന്നുള്ളൂ. ഇതാണ് പ്രത്യേകത. ഒരേ സമയത്തല്ല കലാപം ആരംഭിച്ചത്. എല്ലാ സ്ഥലത്തും ഒരേ സമയത്തല്ല കലാപം ആരംഭിച്ചത്. ഒരു സ്ഥലത്ത് തുടങ്ങിയ കലാപം മറ്റൊരു സ്ഥലത്ത് അറിഞ്ഞാൽ മാത്രമേ അവിടെ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരുന്നുള്ളൂ. അതായത് കോഴിക്കോട് കലാപം നടന്ന ആ വാർത്ത
കണ്ണൂരിൽ അറിഞ്ഞാലേ കണ്ണൂരിൽ എന്ത് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ, കണ്ണൂരിൽ കലാപം പൊട്ടിപ്പുറപ്പെടാറുള്ളൂ. കണ്ണൂരിലെ വാർത്ത അറിഞ്ഞാലേ കാസർഗോഡ് എന്ത് ചെയ്യുന്നില്ല. അത് ഉദാഹരണം പോലെ ഞാൻ പറഞ്ഞാണ്. അതായത് ഒരു സ്ഥലത്ത് തുടങ്ങിയ കലാപം മറ്റൊരു സ്ഥലത്ത് അറിഞ്ഞാൽ മാത്രമേ അവിടെ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരുന്നുള്ളൂ. ഇതാണ് ഒരു പ്രത്യേകത. ഇതിൻ്റെ പ്രത്യേകത 1857 കലാപത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ത് ചെയ്യുന്നു, ഒരു സ്ഥലത്തൊക്കെ തുടങ്ങിയ കലാപം മറ്റൊരു സ്ഥലത്ത് അറിഞ്ഞാൽ മാത്രമേ അവിടെ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരുന്നുള്ളൂ. പിന്നെ മറ്റു ലക്ഷ്യങ്ങൾ നോക്കാൻ എന്തൊക്കെയാണ്. ബ്രിട്ടീഷുകാരുടെ വസതികൾ തകർക്കുക, ബ്രിട്ടീഷുകാരുടെ വീടുകൾ തകർക്കുക. പിന്നെ ബ്രിട്ടീഷുകാരുടെ സ്ഥാപനങ്ങൾ തകർക്കുക, ജയിലുകൾ തകർക്കുക. അതുപോലെ റെയിൽവേ ലൈനുകളും ഫാക്ടറികളും തകർക്കുക. ഇങ്ങനെ ഒരു 4 തകർക്കലേ പഠിക്കേണ്ടത്. 1 ബ്രിട്ടീഷുകാരുടെ വീടുകൾ തകർക്കുക, 2 ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ തകർക്കുക, പിന്നെ ജയിലുകൾ തകർക്കുക, റെയിൽവേ ലൈനുകളും ഫാക്ടറികളും തകർക്കുക. പിന്നെ വേറെ ഒന്നുകൂടെ ട്രഷറികൾ കൊള്ളയടിക്കുക. ഇതൊക്കെയാണ് എന്ത് ഈ 1857 കലാപത്തിൻ്റെ പ്രധാന പ്രത്യേകതകളായിട്ട് നമ്മൾ പറയേണ്ടത്. ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? കലാപം എല്ലാ സ്ഥലത്തും ഒരേ സമയത്തല്ല ആരംഭിച്ചത്. ഒരു സ്ഥലത്ത് തുടങ്ങിയ കലാപം മറ്റൊരു സ്ഥലത്ത് അറിഞ്ഞാൽ മാത്രമേ അവിടെ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരുന്നുള്ളൂ. പിന്നത്തെ പ്രത്യേകത ബ്രിട്ടീഷുകാരുടെ വീടുകൾ തകർക്കുക, ബ്രിട്ടീഷുകാരുടെ ജയിലുകൾ തകർക്കുക, ബ്രിട്ടീഷുകാരുണ്ടാക്കിയത് അന്നത്തെ റെയിൽവേ ലൈനുകളും ഫാക്ടറികളൊക്കെ അത് തകർക്കുക, റെയിൽവേ ലൈനുകളും ഫാക്ടറികളും തകർക്കുക, ട്രഷറികൾ കൊള്ളയടിക്കുക. ഇതൊക്കെയാണ് എന്ത് ഈ 1857 കലാപത്തിൻ്റെ പ്രത്യേകതകൾ പറയുന്നത്. പിന്നെ വേറൊന്നൊക്കെ പറയാനുള്ളതാണ് ചപ്പാത്തി സംഭവം. അതിൽ ഏതാണ്ടാണ് ചപ്പാത്തി സംഭവം. അതായത് ഒരു സ്ഥലത്ത് ഉണ്ടാക്കിയ ഒരു ഗ്രാമത്തിൽ നിർമ്മിച്ച ചപ്പാത്തി, അതിന് നമ്മൾ എന്തുണ്ടാവും, കലാപകാരികൾക്ക് നിർദ്ദേശങ്ങൾ എഴുതിയിട്ടുണ്ടാവും. എന്നിട്ട് ആ നിർദ്ദേശങ്ങൾ പ്രാദേശിക ഭാഷയിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. എന്നിട്ട് അത് രാത്രിയിൽ മറ്റു പ്രദേശങ്ങളിൽ കൈമാറും. കലാപകാരികൾ രഹസ്യമായിട്ട് ആശയങ്ങൾ കൈമാറാൻ ചപ്പാത്തിയാണ് അവർ പ്രധാനമായിട്ട് ഉപാധിയായിട്ട് സ്വീകരിച്ചത്. ചപ്പാത്തിയാണ് ഉപയോഗിച്ചത് ആശയങ്ങൾ കൈമാറാൻ. കലാപകാരികൾ രഹസ്യമായി ആശയങ്ങൾ കൈമാറാൻ ചപ്പാത്തി പ്രധാന ഉപാധിയായി സ്വീകരിച്ചു. അതെങ്ങനെയാണ്? ഒരു ഗ്രാമത്തിൽ നിർമ്മിച്ച ചപ്പാത്തി രാത്രിയിൽ എന്ത് ചെയ്യുന്നത്, മറ്റൊരു ഗ്രാമത്തിലേക്ക് എന്ത് ചെയ്യുന്നത്, കൈമാറും. ചപ്പാത്തിൻ്റെ മുകളിൽ എന്താ ഉണ്ടാവുക? ഈ കലാപകാരികൾക്കുള്ള നിർദ്ദേശം രഹസ്യമായി അറിയിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആശയങ്ങൾ കൈമാറുന്നതിന് അവർ ചപ്പാത്തിയാണ് ഉപയോഗിച്ചത്. ഇതിന് തുടക്കം കുറിച്ചത് നാനാ സാഹിബിൻ്റെ ഗുരുവായ ദാസബാബയാണ്. നാനാ സാഹിബിൻ്റെ ഗുരുവിൻ്റെ പേരും പഠിക്കുകയാണ് അവിടെ. എന്താണ്? ദാസബാബ. നാനാ സാഹിബിൻ്റെ ഗുരുവായ ദാസബാബയാണ് ഈ ചപ്പാത്തി സംഭവത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ എഴുതുമ്പോൾ നമുക്ക് ചപ്പാത്തി സംഭവം സൈഡിങ് കൊടുത്തിട്ട് ഇത് എഴുതാം. ഗ്രാമത്തിൽ എന്ത് ചെയ്യുന്നത്, ഒരു ഗ്രാമത്തിൽ നിർമ്മിച്ച ചപ്പാത്തിയുടെ മേലെ കലാപകാരികൾക്കുള്ള രഹസ്യമായ നിർദ്ദേശങ്ങൾ, ആശയങ്ങൾ കൈമാറുമായിരുന്നു. അതിന് പ്രധാനമായിട്ട് ചപ്പാത്തിയാണ് ഉപയോഗിച്ചിരുന്നത്. പ്രാദേശിക ഭാഷയിലാണ് എഴുതാറ് ചപ്പാത്തിയുടെ മേലെ. ഈ ചപ്പാത്തി സംഭവത്തിന് തുടക്കം കുറിച്ചത് നാനാ സാഹിബിൻ്റെ ഗുരുവായ ദാസബാബയാണ്. അപ്പോൾ നമുക്ക് 3 പേര് കിട്ടി. നമ്മൾ ആദ്യം പറഞ്ഞു ബഹദൂർ ഷാ രണ്ടാമൻ നേതാവിനെ പറഞ്ഞു, പിന്നെ ഭക്തിഖാനെ പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞത് എന്താണ്, ദാസബാബ. അങ്ങനെ 3 നേതാക്കളൊക്കെ കിട്ടിയിട്ടോ. ഇതിൽ 1857 വിപ്ലവത്തിന് കലാപത്തിന് നേതൃത്വം കൊടുത്ത 3 നേതാക്കളെ പേര് ചോദിച്ചാൽ ഈ 3 പേരെ എഴുതാം. ബഹദൂർ ഷാ രണ്ടാമൻ എഴുതാം, ഭക്തിഖാൻ എഴുതാം, അതുപോലെ ദാസബാബ എഴുതാം. പിന്നെ അതിൽ ബാക്കിയതുള്ളത് എന്താണ്, അഭ്യൂഹങ്ങളുണ്ടായത്. അഭ്യൂഹങ്ങൾ ഇതിനെ ഈ 1857 വിപ്ലവത്തിലേക്ക് ഒരു പ്രധാന കാരണമായെന്ന് പറയുന്നുണ്ട്. അതായത് സൈനികർക്ക് നൽകിയ പുതിയ ഇനം എൻഫീൽഡ് തോക്കുമായി ബന്ധപ്പെട്ട അഭ്യൂഹമായിരുന്നു. തോക്കിൽ ഇതിൽ ഉപയോഗിക്കാനുള്ള തിരകൾ, ആ വെടിയുണ്ടയിൽ പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പ് പുരട്ടിയുള്ള വാർത്ത കാട്ടുതീ പോലെ പടർന്നു. കലാപത്തിന് നമ്മുടെ പട്ടാള ക്യാമ്പിൽ വിതരണം ചെയ്ത പുതിയ തരം തോക്കുണ്ടായിരുന്നു, എൻഫീൽഡ് തോക്ക്. ആ തോക്കിൽ ഉപയോഗിക്കുന്ന തിര ഉണ്ടല്ലോ, ആ വെടിയുണ്ട പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പ് പുരട്ടിയിട്ടുള്ള വാർത്ത കാട്ടുതീ പോലെ പടർന്നു. പന്നിയുടെ കൊഴുപ്പ് മുസ്ലിങ്ങൾക്കും പശുവിൻ്റെ കൊഴുപ്പ് ഹിന്ദുക്കൾക്കും നിഷിദ്ധമായാണ് കണക്കാക്കിയിരുന്നത്. ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും മതവിശ്വാസം തകർക്കുന്നതിനുള്ള ശ്രമമാണെന്ന് പരക്കെ പ്രചരിക്കപ്പെട്ടു. അവരെന്ത് ചെയ്തില്ല, ആ തോക്ക് തൊടാൻ കൂട്ടാക്കിയില്ല. ആ
എന്താണ് അഭ്യൂഹം വന്നത്? പട്ടാള ക്യാമ്പിൽ വിതരണം ചെയ്ത പുതിയ എൻഫീൽഡ് തോക്കുമായി ബന്ധപ്പെട്ടതായിരുന്നു, വെടിയുണ്ടയുമായി ബന്ധപ്പെട്ടതായിരുന്നു, തിരയുമായി ബന്ധപ്പെട്ടതായിരുന്നു ഈ അഭ്യൂഹം. എന്താണ് അഭ്യൂഹം? ഈ പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പ് പുരട്ടിയിട്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്, ഈ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് വാർത്ത പരന്നത്. പന്നീൻ്റെ കൊഴുപ്പ് മുസ്ലിങ്ങൾക്കും പശുവിൻ്റെ കൊഴുപ്പ് ഹിന്ദുക്കൾക്കും നിഷിദ്ധമായാണ്, മതപരമായി നിഷിദ്ധമാണ് ഇത്. പന്നിയുടെ കൊഴുപ്പ് മുസ്ലിങ്ങൾക്കും പശുവിൻ്റെ കൊഴുപ്പ് ഹിന്ദുക്കൾക്കും നിഷിദ്ധമായാണ് കണക്കാക്കിയിരുന്നത്. അപ്പോൾ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും മതവിശ്വാസം തകർക്കുന്നതിനുള്ള ശ്രമമാണിതെന്ന് പരക്കെ പ്രചരിക്കപ്പെട്ടു. ഇതൊരു അഭ്യൂഹമായിട്ട് എഴുതണം നമ്മൾ. പിന്നെ എഴുതേണ്ടത് ആട്ടയുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത അഭ്യൂഹം നമ്മുടെ പട്ടാള ക്യാമ്പിൽ വിതരണം ചെയ്ത ആട്ടപ്പൊടിയിൽ പശുവിൻ്റെയും പന്നിയുടെയും എല്ലുപൊടി കലർത്തിയിട്ടെന്നുള്ള വാർത്ത വരുന്നു. പട്ടാള ക്യാമ്പിൽ വിതരണം ചെയ്ത ധാന്യപ്പൊടിയിൽ ആട്ടപ്പൊടിയിൽ പശുവിൻ്റെയും പന്നിയുടെയും എല്ലുപൊടി കലർത്തിയുണ്ടാക്കിയെന്നുള്ള വാർത്ത വരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരായ പട്ടാളക്കാർ ആട്ട തൊടാൻ പോലും കൂട്ടാക്കിയില്ല. ഇന്ത്യക്കാരെ ക്രിസ്ത്യാനികളാക്കുന്നതിനാണ് ബ്രിട്ടീഷ് ശ്രമിക്കുന്നതെന്നുള്ള വാർത്തയും പ്രചരിച്ചു. ഇന്ത്യക്കാരെ ക്രിസ്ത്യാനികളാക്കുന്നതാണ് ശ്രമിക്കുന്നതെന്നും ബ്രിട്ടീഷുകാർ അതിനാണ് ശ്രമം നടത്തുന്നതെന്നുള്ള വാർത്തയും പ്രചരിച്ചു. ഈ രണ്ട് അഭ്യൂഹങ്ങളും നമുക്ക് അതിൽ എഴുതണം. ഒന്ന് നമ്മുടെ വെടിയുണ്ടയുമായി ബന്ധപ്പെട്ട അഭ്യൂഹവും, ഒന്ന് പട്ടാള ക്യാമ്പിൽ വിതരണം ചെയ്ത ആട്ടപ്പൊടിയുമായി ബന്ധപ്പെട്ട അഭ്യൂഹം എന്തായിരുന്നു? ആട്ടപ്പൊടി പശുവിൻ്റെയും പന്നിയുടെയും എല്ലുപൊടി കലർത്തി ഉണ്ടാക്കിയതാണെന്നുള്ള വാർത്തയാണ് അതുമായി ബന്ധപ്പെട്ടതുണ്ടായത്. ഇത്രയും നമ്മൾ എന്ത് ചെയ്യണം? 1857 കുറിച്ചിട്ട് എസ്സേ ചോദിക്കുമ്പോൾ ഇത്രയും നമ്മൾ എഴുതേണ്ടതുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ചേർത്ത് പറയാനുള്ളത് 1857 വിപ്ലവത്തിൻ്റെ പരാജയകാരങ്ങളെ അടുത്ത് നമ്മൾ പഠിക്കുന്നത്. ഈ കലാപം പരാജയപ്പെട്ടു. അപ്പോൾ പരീക്ഷയ്ക്ക് ഒരു പക്ഷേ അത് മാത്രമായിട്ട് ചോദിക്കാം, 2 മാർക്കിനോ എസ്സേ ചോദിച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ നമ്മൾ ആ പരാജയകാരങ്ങളോട് പഠിച്ചിരിക്കണം. 1857 കലാപം പരാജയപ്പെടാനുള്ള കാരണങ്ങൾ വിശദമാക്കാൻ വേണ്ടി ചോദിക്കാം. 1857 കലാപം പരാജയപ്പെടാനുള്ള കാര്യങ്ങൾ വിശദമാക്കാൻ ചോദിക്കാം. അത് പേജ് നമ്പർ 143 പറയുന്നുണ്ട്. 5 പോയിൻ്റ് ഉണ്ട്. പേജ് നമ്പർ 143 പറയുന്നുണ്ട് ഈ 1857 കലാപം പരാജയപ്പെടാനുള്ള കാരണങ്ങൾ. അതും കൂടെ ഇതിന് കൂടെ ചേർത്ത് പഠിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണത്? ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും കലാപം വ്യാപിച്ചിരുന്നില്ല. പിന്നെ ഇന്ത്യയിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും കലാപം വ്യാപിച്ചിരുന്നില്ല. ഒരു പോയിൻ്റ് അതാണ് എഴുതേണ്ടത്. ഒരു പരാജയക്കാരൻ നമ്മൾ എഴുതണം. ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും കലാപം വ്യാപിച്ചിരുന്നില്ല. നമ്മൾ എന്താ പഠിക്കുന്നത്? 1857 കലാപം പരാജയപ്പെടാനുള്ള കാരണങ്ങൾ എഴുതാൻ വേണ്ടി ചോദിക്കും പരീക്ഷയ്ക്ക്. 1857 കലാപം പരാജയപ്പെടാനുള്ള കാര്യങ്ങൾ ചോദിക്കും. അതിലാണ് ഒരു പോയിൻ്റ് എഴുതുന്നത്. ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും കലാപം വ്യാപിച്ചിരുന്നില്ല. രണ്ടാമത്തെ പോയിൻ്റ്, ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങളും കലാപത്തിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞത്. അതായത് പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയവർ, രാജ്യങ്ങൾ, അതുപോലെ വൻകിട കച്ചവടക്കാരൊക്കെ എന്ത് ചെയ്ത് അവരൊക്കെ ബ്രിട്ടീഷുകാരെ പിന്തുണച്ചു. അവരാരും കലാപത്തിൽ പങ്കെടുത്തില്ല. അതാണ് ഇന്ത്യയിൽ എല്ലാ വിഭാഗം എല്ലാവരും ഇന്ത്യയിൽ പങ്കെടുത്തില്ല, കലാപത്തിൽ പങ്കെടുത്തില്ല. ആരൊക്കെ വിട്ടുനിന്നു? ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങൾ, അതുപോലെ പാശ്ചാത്യ വിദ്യാഭ്യാസം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവർ, പിന്നെ വൻകിട കച്ചവടക്കാർ തുടങ്ങിയവരൊക്കെ ബ്രിട്ടീഷുകാരെ പിന്തുണച്ചു. അവരൊന്നും കലാപത്തിന് പങ്കെടുത്തില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഈ കലാപകാരികൾക്ക് ആധുനിക ആയുധങ്ങളോ സൈനിക പരിശീലനങ്ങളോ ലഭിച്ചിരുന്നില്ല. അവർക്ക് മോഡേൺ നമ്മുടെ എക്യുപ്മെൻറ്റ്സ് അവരുടെ കയ്യിൽ വെപ്പൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല. ആധുനിക ആയുധങ്ങളോ സൈനിക പരിശീലനങ്ങളോ ലഭിച്ചിരുന്നില്ല. കലാപകാരികൾക്ക് ആയുധങ്ങളോ സൈനിക പരിശീലനങ്ങളോ ലഭിച്ചിരുന്നില്ല. പിന്നെ ഒരു ആസൂത്രണം ഉണ്ടായിരുന്നില്ല കലാപത്തിന്. ആസൂത്രണം പറഞ്ഞാറില്ല, പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. കലാപത്തിന് കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് പോയിൻ്റ്, കലാപത്തിന് നേതൃത്വം ഉണ്ടായിരുന്നില്ല. കൃത്യമായ അല്ലെങ്കിൽ കഴിവുള്ള നേതൃത്വത്തിൻ്റെ അഭാവം ഒക്കെയാണത് ഈ കലാപത്തിന് പരാജയ കാരണമായി. അപ്പോൾ ഈ പരാജയ കാരണം പ്രധാനപ്പെട്ടതാണ്. മറ്റേ എസ്സേ പഠിച്ച പോലെ തന്നെ ഇതും ചോദിക്കാം, സെപ്പറേറ്റ് ചോദിക്കാം. പരാജയ കാരണം മാത്രം എടുത്ത് ചോദിക്കാം. 5 കാരണമേ ഉള്ളൂ, മനസ്സിലാക്കി പഠിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ക്ലാസ് ആവർത്തിച്ച് കേൾക്കുക, നോട്ട് എഴുതി മനസ്സിലാക്കി പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. എസ്സേ പ്രതീക്ഷിക്കുന്ന ചോദ്യമാണ് 1857 കലാപത്തിൻ്റെ കാരണങ്ങളെ കുറിച്ചിട്ടുള്ളത്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.